മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും. ജലനിരപ്പ് 136 അടിക്ക് മുകളിലെത്തിയാലാണ് ഷട്ടറുകൾ തുറക്കുക. നിലവിലെ കണക്കനുസരിച്ച് 135.55 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. ഇടുക്കി ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 883 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനാണ് നിർദ്ദേശം. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് 135.55 അടിയാണ്. 136ലേക്ക് എത്തിയാൽ ഷട്ടറുകൾ തുറക്കാം എന്നുള്ള കണക്കുകൂട്ടലുകളിൽ തന്നെയാണോ? അതോടൊപ്പം ഈ നീരൊഴുക്ക് ഇപ്പോഴും ശക്തമായി തന്നെയാണോ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? രോഹിണി, നിലവിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പിൽ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. 135.65 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഡാം തുറക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് 136 അടിയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഡാം തുറക്കൂ എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഡാമിന്റെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ തമിഴ്നാടാണ് ഡാം തുറക്കേണ്ടത്, തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ തമിഴ്നാട് കൂടുതൽ വെള്ളവും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തീരപ്രദേശത്ത്, അതായത് ഈ നിലവിൽ ഞാൻ നിൽക്കുന്നത് ഈ വെള്ളം ആദ്യം എത്തിയത്, അതായത് മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ വെള്ളം ആദ്യം എത്തുന്ന വള്ളക്കടവ് മേഖലയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പെരിയാർ നദിയാണ്. ഈ മേഖലയിൽ ഇപ്പോൾ ശക്തമായി മഴ പെയ്യുന്നുണ്ട്. അതേസമയം ഈ പെരിയാറ്റിൽ വെള്ളം താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഡാം തുറക്കുന്ന സാഹചര്യം ഉണ്ടായാലും ആശങ്കപ്പെടേണ്ടതായി ഇല്ല എന്നുള്ളതാണ്. അതായത് വെള്ളം മറ്റ് വീടുകളിലേക്കോ മറ്റ് കൃഷിയിടങ്ങളിലേക്കോ കയറാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ഒഴുക്ക് നിലവിൽ ഈ ഒരു പെരിയാർ നദിയിലില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തരമായി മാറേണ്ട സാഹചര്യം ഉണ്ടായാൽ ആളുകൾ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് കൂടുതലായി വെള്ളം കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല ഒരു കാര്യത്തിലാണ് ഇപ്പോഴും തുറക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതേസമയം ഡാമിന്റെ മേഖലയിലും മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഡാമിന്റെ വൃഷ്ടപ്രദേശത്തെ മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. അത് നിലവിൽ ഈ തീരപ്രദേശങ്ങളിൽ മാത്രമാണ് ശക്തമായ മഴ പെയ്യുന്നത്. എന്തായാലും ഷട്ടറുകൾ സമാനമായ രീതിയിൽ ഒഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ 136 അടിയിലേക്ക് എത്തിയാൽ ഡാം തുറക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ തീരപ്രദേശമായ പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അതുപോലെ തന്നെ അയ്യപ്പൻ കോവിൽ, കാഞ്ചിയാർ, ആനവിലാസം, ഉടുമ്പൻചോല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ 883 കുടുംബങ്ങളിലെ 3220 പേരെയാണ് നിലവിൽ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശമുള്ളത്. ഈ മേഖലയിലൊക്കെ വാഹനത്തിൽ അറിയിപ്പും നൽകുന്നുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകൾ മാറി താമസിക്കണം, അതിനുവേണ്ട ക്രമീകരണങ്ങൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് മാറി താമസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ അവശ്യ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കാനും എടുത്ത് സൂക്ഷിക്കാനുമുള്ള നിർദ്ദേശം മൈക്ക് അനൗൺസ്മെന്റായി അതാത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും നിലവിൽ ഈ തീരപ്രദേശങ്ങളിൽ മഴ കടക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഡാമിലേക്ക് സാഹചര്യമുണ്ട്. അതാണ് നിലവിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഡാം തുറന്നാലും ഈ വെള്ളം എത്തുക ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കി ഡാമിലും ഈ വെള്ളം ശേഖരിക്കാൻ ഉതകുന്ന സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം അവിടെ സംഭരിക്കാനാകുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഇനിയിപ്പോൾ 136 അടിയിലേക്ക് ഇപ്പോൾ ഉച്ചയോടുകൂടി ഇത് എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഡാമിലെ വെള്ളം ഡാം നിറയുകയാണെന്നുണ്ടെങ്കിൽ ഡാം തുറക്കുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി സുബിൻ, മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. 136 അടിയിലേക്ക് എത്തിയാൽ ഷട്ടറുകൾ തുറക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. 135.55 അടിയായിരുന്നു രാവിലെ. 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് 135.65 ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യതയും ഏറി വരികയാണ്. എന്തായാലും അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.